എല്ലാം തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവർ, ഇനിമേലാലുയരുകയില്ല എന്നു പറഞ്ഞു ചിരിച്ചവർ, എല്ലാം തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവർ, ഇനിമേലാലുയരുകയില്ല എന്നു പറഞ്ഞു ചിരിച്ചവർ, എന്നാലും നീ എന്നെ കണ്ടതോ അതിശയം. എന്നുണർവിൻ പുകഴ്ചയെല്ലാം നിനക്കൊരുവനു മാത്രമേ. എന്നാലും നീ എന്നെ കണ്ടതോ അതിശയം. എന്നുണർവിൻ പുകഴ്ചയെല്ലാം നിനക്കൊരുവനു മാത്രമേ. യേശു മാത്രം വളരണം, ഓ യേശു മാത്രം വളരണം, യേശു മാത്രം വളരണം, അങ്ങു മാത്രം യേശുവേ. ഓ യേശു മാത്രം വളരണം. ചേർന്ന് പാടാമോ? യേശു മാത്രം വളരണം, യേശു മാത്രം വളരണം, അങ്ങു മാത്രം യേശുവേ. ഓ യേശു മാത്രം, ഓ യേശു മാത്രം വളരണം, യേശു മാത്രം വളരണം, അങ്ങു മാത്രം യേശുവേ. ഇന്നലെ നിമിഷത്തിനായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. സന്തോഷമുള്ള എല്ലാ ദൈവങ്ങളും കാര്യങ്ങളും ഉയർത്തി കർത്താവിനെ നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും 11-ാമത്തെ രാത്രിയിൽ നാം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് കർത്താവിൻ്റെ ജീവിതത്തിൽ നൽകിയ ഒരു ചിന്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ദൈവകൃപയിൽ ഞാൻ ശരണപ്പെടുന്നു. യാത്രകൾ നാം എല്ലാവരും ഒത്തിരിയധികം ഇഷ്ടപ്പെടുന്നവരാണല്ലേ. ചെറുതും വലുതുമായ ഒത്തിരി യാത്രകൾ നമ്മുടെ ജീവിതത്തിന്മേൽ നമുക്കൊത്തിരി അനുഭവങ്ങൾ സമ്മാനിക്കാറുണ്ട്. ഇതുപോലെ യാത്ര ചെയ്ത കുറച്ച് സുഹൃത്തുക്കൾ കേരളത്തിൻ്റെ സ്വർഗമെന്നറിയപ്പെടുന്ന മൂന്നാറിലേക്ക് അവർ തിരുവനന്തപുരത്തു നിന്ന് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ അവർ മൂന്നാറിൽ പോയിട്ടില്ല. ഭയങ്കര സന്തോഷത്തോടെ തിരുവനന്തപുരത്തു നിന്ന് അവർ KSRTC ബസ്സിലൊക്കെ കയറി. അപ്പം ആഗ്രഹം ഇത്രമേ ഉള്ളൂ, ആദ്യമായിട്ട് ഞങ്ങൾ പോകുകയാണ്, സ്ഥലങ്ങളെല്ലാം ഞങ്ങൾക്ക് പരമാവധി ഞങ്ങൾക്ക് എൻജോയ് ചെയ്യണം. തമ്പാനൂരിൽ നിന്ന് ഇവർ ബസ്സിൽ കയറി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കണ്ടക്ടർ ഇവർ അടുത്ത് വന്നിട്ട് പറഞ്ഞു 489 രൂപ. ആ ടിക്കറ്റിൻ്റെ റേറ്റ് എല്ലാം ഓരോരുത്തരായിട്ട് കൊടുത്തു. ഒരു വ്യക്തി മാത്രം ഇങ്ങനെ എല്ലാം കൊടുത്തിട്ട്, അപ്പോൾ കണ്ടക്ടർ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഒരു 10 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ 1 രൂപ നിനക്ക് മൂന്നാർ ചെല്ലുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. അന്നേരം മുതൽ ഈ വ്യക്തി അങ്ങ് അസ്വസ്ഥനാണ്. വണ്ടി തിരുവനന്തപുരത്തു നിന്ന് യാത്ര വിട്ടു. അവിടെ നിന്നെല്ലാം ഇങ്ങനെ വിട്ട് വരികയാണ്. കൊട്ടാരക്കര എത്തിയപ്പോഴത്തേക്കും ഈ മനുഷ്യൻ ചോദിക്കുന്ന കൈ ഉയർത്തി. അപ്പോൾ കണ്ടക്ടർ എപ്പോൾ കണ്ടാലും ഇതാണ്. അതിന് പുള്ളി പറഞ്ഞു, ഞാൻ തരാം. ഓക്കെ, നീ മൂന്നാർ വരെ ഉണ്ടല്ലോ. അവിടുന്ന് യാത്ര ചെയ്ത് അടൂരെത്തി, കോട്ടയം എത്തി, എറണാകുളമൊക്കെ എടുക്കാറായപ്പോഴത്തേക്കും വീണ്ടും ഇദ്ദേഹം ഉയർത്തി കാണിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും വേണം, എറണാകുളമൊക്കെ കഴിഞ്ഞു, ഇനിയാണ് നമ്മുടെ യാത്രയുടെ യഥാർത്ഥ എൻജോയ്മെൻറ്റ് വരുന്നത്. അങ്ങനെ ഇവർ വീണ്ടും യാത്ര ചെയ്യും. അങ്ങനെ ഏകദേശം വണ്ടി ഇപ്പോൾ കോതമംഗലത്തിലോടൊക്കെ എടുത്തു. പിന്നെ നേര്യമംഗലം കയറുന്നിടം മുതൽ തന്നെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. എല്ലാവരും കൂട്ടുകാരൊക്കെ എത്ര നല്ല വെള്ളച്ചാട്ടങ്ങളാണ്, ഭയങ്കരമായിട്ട് എല്ലാവരും എൻജോയ് ചെയ്യുമ്പോഴും ഈ മനുഷ്യൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. അവസാനം മൂന്നാറിനോട് അടുക്കാറായപ്പോഴത്തേക്കും വണ്ടിക്കകത്തെല്ലാം ഭയങ്കര എത്ര സുന്ദരമാണ്, ഇത്ര സന്തോഷമാണ്, ഭയങ്കര തണുപ്പാണ്. കുറേ ആൾക്കാർ പറയുന്നു, നോക്കി നമ്മൾ ആദ്യമായിട്ട് തേയിലത്തോട്ടങ്ങളൊക്കെ കാണുകയാണ്, പച്ച പരവതാനി ഇങ്ങനെ വിരിച്ചു കിടക്കുന്നത് പോലെ മനോഹരമാണ്, എത്ര സുന്ദരമാണ്, നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഇവരെല്ലാം ഭയങ്കര എൻജോയ് ചെയ്യുമ്പോൾ ഈ മനുഷ്യൻ മാത്രം. അവസാനം മൂന്നാറിലെത്തി. സഖികെട്ട് ഈ കണ്ടക്ടർ 1 രൂപയ്ക്ക് പകരം 5 രൂപ എടുത്താണ്ട് കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, മതിയോ എന്ന് ചോദിച്ചു. പുള്ളി ശ്വാസമൊക്കെ നേരെ വിട്ടിട്ട് പറഞ്ഞു മതി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇറങ്ങി.
എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഓരോരുത്തരായിട്ട് പറഞ്ഞു, എടാ എന്തൊക്കെയാണ് നീ കണ്ടത്? ഞാൻ നല്ല സുന്ദരമായിട്ട് ഒഴുകുന്ന അരുവികളുണ്ട്. അപ്പോൾ മറ്റുള്ള പറഞ്ഞു, ഞാൻ നല്ല മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങൾ കണ്ടു. അപ്പോൾ മറ്റൊരു വ്യക്തി പറഞ്ഞു, ഈ തേയിലത്തോട്ടങ്ങളുടെ എല്ലാ നടുവിലൂടെ നോക്കുമ്പോഴേക്കും താഴെ നമുക്ക് ഹെയർ പിൻ പോലെ ഒത്തിരി റോഡുകൾ കാണാം. നമ്മൾ ഏറ്റവും മുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ താഴെയുള്ള ആൾക്ക് വളരെ ചെറുതായിട്ട് എത്ര സുന്ദരമാണ് നമ്മുടെ കാഴ്ചകൾ. അവസാനം ഈ വ്യക്തിയിലോട്ട് വന്നു, നീ എന്താ കണ്ടത്? ഞാനൊന്നും കണ്ടില്ല. പിന്നെ നീ എന്തെടുത്തോണ്ടിരിക്കുകയായിരുന്നു? ഞാൻ എന്തിനാണിത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാവരുടെയും ജീവിതയാത്രയിൽ പലപ്പോഴും നിസ്സാരമായിട്ടുള്ള പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മുടെ മനസ്സിങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയാം, ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട, കാരണം കരുതാമെന്ന് വാക്ക് തന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറയാമോ? ഞാനിതൊരു തമാശ രീതിയിൽ പറഞ്ഞെങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്മേൽ ഇതുപോലാണ്. ഒരു ചെറിയ രോഗം വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ചെറിയ ഒരു പ്രയാസങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ കർത്താവിനോട് കാണിക്കുന്ന, കർത്താവേ ഓക്കെ, കർത്താവ് പറയും, നീ വെയിറ്റ് ചെയ്യ്, നീ ഇതിനപ്പുറമായിട്ട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ മറ്റുള്ളവരൊക്കെ എത്ര സുന്ദരമായിട്ടാണ് കാണുന്നത്, നീ അവരോടൊപ്പം ഒന്ന് യാത്ര ചെയ്യാൻ നീ ഒന്ന് തയ്യാറാകും. എന്നാൽ ഇന്ന് 11ാമത്തെ രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, ധൈര്യത്തോടെ നമ്മുടെ യാത്രകൾ തുടരുക. കാരണം നമ്മുടെ യാത്രയുടെ അമരക്കാരൻ അഥവാ നമ്മുടെ ഡ്രൈവർ സീറ്റിലിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആണെങ്കിൽ നമ്മളെ എത്തേണ്ടിടത്ത് കർത്താവ് എത്തിക്കുക തന്നെ ചെയ്യും. ആമേൻ. ഇതുപോലൊരു യാത്രയാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ഒന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം പാസേജുകളൊക്കെ മനസ്സിലായി. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് ശ്രദ്ധയൊന്ന് തിരിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പം ഞാനതിൻ്റെ 13ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. അന്നു തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മോസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുന്നു. 33ാമത്തെ വാക്യം, ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റും യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. അപ്പോൾ നമ്മൾ 2 വാക്യമാണ് വായിച്ചത്, 13ാമത്തെ വാക്യവും 33ാമത്തെ വാക്യവും. 13ാമത്തെ വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കുന്നു. അന്ന് തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മോസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുന്നു. 33, ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. 2 ശിഷ്യന്മാരുടെ ഏറ്റവും സുപ്രധാനമായ ഒരു യാത്രയാണ് നമ്മളിവിടെ കാണുന്നത്. എൻ്റെ ചെറിയൊരു ഷോർട്ട് മെസ്സേജിന് ഞാൻ ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, എ ജേർണി ടു എമ്മോസ് ആൻഡ് ജേർണി ടു ജെറുസലേം. എ ജേർണി ടു എമ്മോസ് ആൻഡ് ജേർണി ടു ജെറുസലേം. ഓക്കെ, നമുക്ക് ഈ പശ്ചാത്തലം അറിയാം. ആദ്യത്തെ 13ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കണ്ടു, അന്നു തന്നെ അവർ 2 പേർ. അന്നു തന്നെ അവർ 2 പേർ. ഈ 2 പേരിൽ ഒരാളുടെ പേര് മാത്രമേ വ്യക്തമായിട്ട് തിരുവചനത്തിൽ പറയുന്നുള്ളൂ. ക്ലെയോപ്പാവ് എന്ന് പറയുന്നൊരു വ്യക്തിയുടെ പേരുണ്ട്. പക്ഷെ മറ്റു ശിഷ്യൻ ആരാണെന്ന് പല അഭിപ്രായങ്ങളുണ്ട്. ഈ സുവിശേഷത്തിൻ്റെ തന്നെ രചയിതാവായ ലൂക്കോസ് ആണെന്ന് കുറേ ആൾക്കാർ പറയുന്നു. എന്നാൽ പല അഭിപ്രായങ്ങളുണ്ട്. നമുക്ക് 2 ശിഷ്യന്മാർ, ഒരാൾ ക്ലെയോപ്പാവാണ്, മറ്റേതാരുമായിക്കോട്ടെ, 2 പേര് യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് അവർ യാത്ര ചെയ്യണം. അപ്പൊ ആദ്യത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിച്ചത്, അന്ന് തന്നെ. അപ്പൊ നമുക്ക് ചോദിക്കാം, എന്ന് തന്നെ. 24-ാം അധ്യായം അതിന്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കല്ലറയിൽ അടക്കം ചെയ്തിരിക്കുകയാണ്. എന്നാൽ 3 സ്ത്രീകൾ 10ാം വാക്യത്തിലൂടെ പറയുന്നുണ്ട്, മഗ്ദലക്കാരത്തി മറിയ, യാക്കോബിന്റെ അമ്മ മറിയ, യോഹന്ന. അപ്പൊ ഈ 3 സ്ത്രീകൾ യേശുവിന്റെ കല്ലറയിലേക്ക് ചെല്ലുക. ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, മരിച്ച യേശുവിന്റെ ശവശരീരത്തിന്മേൽ സുഗന്ധ ദ്രവ്യങ്ങൾ ഞങ്ങൾക്ക് അല്പമായിട്ടൊന്ന് പരട്ടണം. ഭയങ്കര ആഗ്രഹത്തോടു കൂടി ഈ 3 സ്ത്രീകളും പോകുക. പക്ഷേ ആ 3 സ്ത്രീകളും പോകുന്നതിന് മുമ്പായിട്ട് തന്നെ അവർക്ക് തടസ്സമായി നിൽക്കുന്ന ഒത്തിരി കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ അവരുടെ തടസ്സം, ആ കല്ലറയുടെ മുമ്പിൽ വലിയ ഒരു കല്ല് ഉരുട്ടി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ അവരുടെ ഏറ്റവും വലിയ തടസ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ അതിരാവിലെ എന്നാണ് വായിക്കുന്നത്. അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ എന്ന് അവിടെ വായിക്കുന്നത്. ഇരുട്ടുള്ളപ്പോൾ ഒരു സ്ത്രീകൾക്കും, പ്രത്യേകിച്ച് യഹൂദ സ്ത്രീകൾക്കൊരിക്കലും ഇവർക്ക് വെളിയിലിറങ്ങുവാൻ ഇവർക്ക് പെർമിഷൻ ഇല്ല. അങ്ങനെ ആരുടെയെങ്കിലും കണ്ണിൽ അവർ പെട്ടാൽ അവരെ ഒരുപക്ഷെ സമൂഹം മറ്റു പല രീതിയിലും അവർക്ക് ചിത്രീകരിക്കും. ഈ 3 സ്ത്രീകൾ മരിച്ച യേശുവിൻ്റെ ശവശരീരത്തിന്മേൽ സുഗന്ധ ദ്രവ്യങ്ങൾ അവർക്ക് പുരട്ടാൻ വേണ്ടി അവർ പോവുകയാണ്. പക്ഷേ ഈ 3 സ്ത്രീകളും ആദ്യം ശവക്കല്ലറോട്ട് അടുക്കുമ്പോൾ തന്നെ ആദ്യത്തെ അത്ഭുത പ്രവൃത്തി അവർക്ക് വേണ്ടി നടക്കുന്നത്, അവരുടെ മുമ്പിൽ ഒരുക്കി വെച്ചിരിക്കുന്ന വലിയ കല്ല് ആരോ ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി കണ്ടു. നോക്കുക, അവർ വന്നിരിക്കുന്ന പ്രയാസം നിറഞ്ഞ ജീവിതത്തിൻ്റെ അനുഭവത്തിലും എന്തിനാണോ അവർ ഭാരപ്പെട്ടത്, ആ ഭാരപ്പെട്ട വിഷയത്തെ മുന്നമേ സ്വർഗം അറിഞ്ഞ് അവർക്ക് വേണ്ടി ആ കല്ല് ഉരുട്ടി മാറ്റിയെങ്കിൽ ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ധൈര്യത്തോടെ വിശ്വാസത്തോടെ പറയാനായിട്ട് കഴിയും, ഞാൻ
എൻ്റെ കർത്താവിൻ്റെ സന്നിധി നിലനിൽക്കുമ്പോൾ എൻ്റെ മുമ്പിലുള്ള എത്ര വലിയ തടസ്സമാണെങ്കിലും എനിക്കത് തടസ്സമായിട്ട് തോന്നിയാലും കർത്താവിന് അതൊരു തടസ്സമേ അല്ല. ഇന്ന് രാത്രിയിൽ വിശ്വാസത്തോടെ പറയട്ടെ, നമ്മുടെ മുമ്പിലുള്ള പ്രതികൂലങ്ങളെ ഹല്ലേലൂയ കർത്താവിൻ്റെ ഒരു വാക്കുമതി. ഏത് പ്രതിസന്ധികളാണെങ്കിലും ധൈര്യത്തോടെ ചുവടുകളെ വെക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് വേണ്ടി ഏത് വലിയ തടസ്സങ്ങളെ ഉരുട്ടി മാറ്റി ഹല്ലേലൂയ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ അനുകൂലമായിട്ടുള്ള വഴികളെ ഒരുക്കി തന്ന് നമ്മളെ മാനിക്കുവാൻ കഴിവുള്ള ഒരു കർത്താവിൻ്റെ കാര്യം ഇന്ന് രാത്രിയിലും നമ്മളോട് കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഈ 3 സ്ത്രീകളും ഈ ശവക്കല്ലറയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ എന്തിനു വേണ്ടിയാണോ വന്നത് ആ ആഗ്രഹം അവർക്ക് നിവർത്തിക്കാൻ പറ്റുന്നില്ല. യേശുവിൻ്റെ ശവശരീരം അവിടെ കാണുന്നില്ല. അവർ വളരെ വേദനിച്ചു നിൽക്കുമ്പോൾ മിന്നുന്ന ശോഭയുള്ള 2 പുരുഷന്മാർ അവരോട് പറയാണ്, നിങ്ങൾ ജീവനുള്ളവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? കാര്യം പറയാം, അവർ വന്നത് മരിച്ച യേശുവിൻ്റെ ശവശരീരം കാണാനാണ്. പക്ഷെ അവർ കേൾക്കുന്ന വാർത്ത ഇങ്ങനെയാണ്, നിങ്ങൾ ജീവനുള്ളവനെ. നോക്കുകയെ, മരിച്ച യേശുവിനെ കാണാൻ വന്നെങ്കിലും അവരൊരു വാർത്ത കേൾക്കുകയാണ്. ഇനി അവൻ മരിക്കുന്നവനായിട്ടല്ല നിങ്ങൾ കാണാൻ പോകുന്നത്, അവനെ നിങ്ങൾ ജീവനോടെ കാണാനായിട്ട് പോവുകയാണ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നോക്കി ഹല്ലേലൂയ ഒരു ദൂത് അറിയിക്കുകയാണ്. മരിച്ച വിഷയങ്ങളെന്ന് നമുക്ക് തോന്നിയ ഇന്ന് രാത്രിയിൽ ദൈവത്തിന് ഫേവർ തോന്നുന്നവരോട്, ദൈവത്തിന് കരുണ തോന്നുന്നവരോട് ഇന്ന് രാത്രിയിൽ മരിച്ച വിഷയങ്ങളിന്മേൽ ഒരു ജീവൻ നൽകുവാൻ, മരിച്ച വിഷയങ്ങളിന്മേൽ ജീവന്റെ തുടിപ്പ് നൽകുവാൻ നമ്മുടെ കർത്താവിൻ്റെ ഒരു വാക്കുമതി, കർത്താവിൻ്റെ ഒരു നോട്ടം മതി. ഇന്ന് രാത്രികാലം എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? ഈ ഉപവാസ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പായിട്ട് മരിച്ച പല വിഷയങ്ങളുടെ നടുവിലും, ജീവനില്ലെന്ന് മറ്റുള്ളവർ പറഞ്ഞ പല വിഷയങ്ങളുടെ നടുവിന്മേലും ഇന്ന് രാത്രി ദൈവം ഒരു ഉയർപ്പ് നൽകിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് അതിനൊന്ന് കരമുയർത്തി ആമേൻ പറയാനായിട്ട് തയ്യാറാകും? കുടുംബത്തിന്റെ ഉള്ളറകളിൽ നീറിപ്പുകുന്ന വിഷയങ്ങൾ, തലമുറയുടെ വിഷയങ്ങൾ, ഹല്ലേലൂയ നമുക്ക് പ്രയാസമെന്ന് തോന്നുന്ന പല വിഷയങ്ങളും ഇന്ന് രാത്രി പറയാ, ഇല്ല മരിച്ചതാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിയാലും ഇന്ന് രാത്രിയിൽ അതിന്റെ മേൽ ജീവന്റെ തുടിപ്പ് നൽകുവാൻ, ജീവന്റെ തുടിപ്പ് നൽകുവാൻ, ജീവന്റെ തുടിപ്പ് നൽകുവാൻ കഴിവുള്ള ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിലും നമ്മുടെ നടുവിന്മേലുണ്ട്. ആ ദൈവം അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. അവൻ സ്തുതികളിൽ മേൽ വസിക്കുന്ന സ്വർഗീയ നല്ല പിതാവിന്റെ സാന്നിധ്യം. ഓ രമന ശംദുനിയാ തുരബൻ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നോക്കുക, അവർ പറയാണ്, നിങ്ങളിനി അവനെ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല, അവൻ ഇവിടെയില്ല. ഇവർക്കിത് കേട്ടിട്ട് ഭയങ്കര ഒരു ആങ്സൈറ്റി ആയിട്ട് ഇവർ നേരെ ചെന്ന് അവർ ശിഷ്യന്മാരോട് പറയുകയാണ്. അവിടെ ഒരു വാക്യം വായിക്കുന്നു, 11-ാമത്തെ വാക്യം, 24:11. ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി, അവർ വിശ്വസിച്ചില്ല. നിങ്ങൾ ആ വാക്ക് ഇന്ന് രാത്രി ധൈര്യത്തോടെ ഒന്ന് വിശ്വാസത്തോടെ നിങ്ങളുടെ അതരങ്ങളെ തുറന്ന് പറയണം. ഈ വാക്ക് കേട്ടവർക്കെല്ലാം വെറും കഥ പോലെ തോന്നി, അവർ വിശ്വസിച്ചില്ല. എന്താ അവർക്ക് കഥ പോലെ തോന്നിയത്? കേട്ടവരെല്ലാം വിശ്വസിക്കാത്തതിന്റെ ഒരൊറ്റ കാരണമേ ഉള്ളൂ, യേശു എന്ന ചരിത്രം ഇതോടുകൂടി കല്ലറയ്ക്കുള്ളിൽ ഒതുങ്ങിയെന്നാണ് ലോകം മുഴുവനും പറഞ്ഞത്. പക്ഷേ 2 പുരുഷന്മാർ പറയുകയാണ്, നിങ്ങൾ ജീവനുള്ളവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അർത്ഥം, അവൻ ഇനി മരിച്ചവനല്ല, അവൻ പറഞ്ഞതുപോലെ തന്നെ 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഈ ഉപവാസ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പായിട്ട് മറ്റു പലർക്കും കഥ പോലെ നമ്മുടെ വിഷയങ്ങളെ കർത്താവ് അങ്ങ് മാറ്റാനായിട്ട് പോകുക. ഇതൊരിക്കലും നടക്കത്തില്ലെന്ന് ലോകം നമ്മളെ നോക്കി വിധി എഴുതിയ സ്ഥാനത്ത് ഒരു കഥ പോലെ മറ്റുള്ളവർക്ക് തോന്നിയാലും, മറ്റുള്ളവർ വിശ്വസിച്ചില്ലെങ്കിലും അവർ വിശ്വസിക്കത്തക്ക രീതിയിൽ ദൈവം ചില അത്ഭുതങ്ങളെ നമുക്ക് വേണ്ടി ഒരുക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രിയിൽ എത്ര പേര് കരമുയർത്തി കർത്താവിനൊന്ന് നന്ദി പറയും? ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, കഥ പോലെ മറ്റുള്ളവർക്ക് തോന്നിയാലും ഇല്ല, കഥയല്ല, ഒരു റിയൽ ലൈഫിനെ ഇന്ന് രാത്രി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ മേൽ തരുവാൻ അവൻ വിശ്വസ്തനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരമന ശംദുനിയാ തുരബല. ഹല്ലേലൂയ. അബ്രഹാമിനോട് സാറയോട് ചോദിച്ചാൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഏത് വിഷയത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് അബ്രഹാമിനോടും സാറായോടും പറഞ്ഞോ ആ വിഷയത്തിലാണ് ഇപ്പോൾ അവർ 2 പേരും ശൂന്യത അനുഭവിക്കുന്നത്. പക്ഷേ എബ്രായ ലേഖനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവർ ധൈര്യത്തോടെ വിശ്വസിച്ചു. വിശ്വാസത്തോടെ തങ്ങളുടെ ചുവടുകളെ വെച്ച് കഴിഞ്ഞപ്പോൾ ദൈവം എന്താണോ പ്രോമിസ് ചെയ്തത്, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആക്കാമെങ്കിൽ ദൈവം
ദൈവം വാക്കു പറഞ്ഞാൽ മാറുന്നവനല്ല. കടൽ തരിയിലെ മണൽ പോലെ ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വാക്കു പറഞ്ഞിട്ട് മാറുന്നവനല്ല. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ചിലരോടൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. വെറും കഥ പോലെ മറ്റുള്ളവർക്ക് നിങ്ങളുടെ വിഷയങ്ങളെ തോന്നിക്കുമാറ് ഹല്ലേലൂയ വിശ്വസിക്കുന്നവർ ആ കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ആരോടൊക്കെ സംസാരിക്കുക. മറ്റുള്ളവർക്ക് കഥ പോലെ തോന്നത്തക്ക രീതിയിൽ അസാധ്യമെന്ന് തോന്നുന്ന പല വിഷയങ്ങളെ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കരം അസാധ്യമായ പല മേഖലകളെ ഈ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ ഈ വാക്ക് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ കരം ചലിക്കുക. ഹല്ലേലൂയ. വർഷങ്ങൾ പഴക്കമുള്ള വിഷയങ്ങളാണെങ്കിലും ഒരു മറുപടിയും കിട്ടാത്ത വിഷയങ്ങളാണെങ്കിലും ഒരുപക്ഷെ ആ വിഷയമെല്ലാം നിങ്ങൾ ക്ലോസ് ചെയ്തതാണെങ്കിലും ഇന്ന് രാത്രി ദൈവം പറയാം, ഇല്ല ഇതൊരു കഥ പോലെ മറ്റുള്ളവർക്ക് തോന്നിയാലും ഒരു ജീവന്റെ തുടിപ്പ് അതിന്മേൽ നിങ്ങൾ കാണാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ഓ രമന ശംധുനിയാ തുരബല. ഓ ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് രാത്രിയിൽ എത്ര പേര് അത് വിശ്വസിക്കാൻ തയ്യാറാ ദൈവമക്കളെ? നിങ്ങളുടെ വിഷയങ്ങൾ എനിക്കറിയത്തില്ല, പക്ഷെ സകലതും അറിയുന്ന കർത്താവിന് പറയുക, ഇന്ന് രാത്രിയിൽ ഈ ഒരു വേർഡ് നിങ്ങൾ റിസീവ് ചെയ്യണം. കഥ പോലെ മറ്റുള്ളവർക്ക് തോന്നും. ഹല്ലേലൂയ. എന്നാൽ കഥയല്ല, ഒരു റിയൽ ലൈഫിലേക്ക്, ഒരു റിയൽ ആയിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് ദൈവം നിങ്ങളെ മാറ്റാനായിട്ട് പോവുകയാണ്. നോക്കിയ ഈ വാക്ക് ഈ സ്ത്രീകൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പത്രോസിന് ഭയങ്കര ഒരാഗ്രഹം. എടുത്തുചാട്ടക്കാരനായ പത്രോസ്, മറ്റാരും പോയില്ല. ഈ പുള്ളിക്ക് ഭയങ്കര ഒരാഗ്രഹം, ഇവർ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നറിയണം. പുള്ളി ഒരൊറ്റ പോക്കാണ്. പത്രോസ് നേരെ എഴുന്നേറ്റ് കല്ലറയ്ക്കൽ ഓടിച്ചെന്ന് കുനിഞ്ഞു നോക്കി. യേശുവിൻ്റെ വസ്ത്രം മാത്രം അവിടെ കണ്ടു. സംഭവിച്ചത് എന്തെന്ന് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോന്നു. അപ്പോൾ ഈ പത്രോസ് ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് മടങ്ങിപ്പോകുന്ന സമയത്താണ് നമ്മൾ വായിച്ച 13-ാമത്തെ വാക്യം. പെട്ടെന്ന് വായിക്കാമോ? അന്ന് തന്നെ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയിൽ ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. ഈ പത്രോസ് യേശുവിന്റെ കല്ലറയ്ക്കൽ ചെന്നു. കാര്യങ്ങളൊക്കെ പുള്ളി ഒന്ന് കണ്ടതിന് ശേഷമായിട്ട് തിരിച്ചു വരിക. ഈ തിരിച്ചു വരുന്നപ്പോൾ തന്നെ ഈ കേട്ട 2 പേര്, നമുക്കറിയാം കർത്താവിന് ധാരാളം ശിഷ്യന്മാരുണ്ടായിരുന്നു. കർത്താവിൻ്റെ ഇന്നർ സർക്കിളിൽ 3, പിന്നീട് ഒരു 12, അതിനുശേഷമായിട്ട് 70ഓളം പേര്, പിന്നെ 120ആയി. ഈ ശിഷ്യന്മാരിൽ 2 പേര് പെട്ടെന്ന് പറയാണ്, മതി, ഇനിയും യേശു എന്നുള്ള ആ ഒരു ഇടപാട് ഞങ്ങൾക്ക് മതി, എല്ലാം തൃപ്തിയായി. ഒറ്റ വാക്കിൽ പറഞ്ഞ എല്ലാം ഞങ്ങൾക്ക് തൃപ്തിയായി, ഇനി ഞങ്ങൾ മടങ്ങിപ്പോവുകയാണെന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ ഞാനിങ്ങനെ ചിന്തിക്കുന്നു, പത്രോസ് ഈ വാക്ക് പറഞ്ഞ ആ ദിവസം തന്നെ 2 പേര് യെരൂശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് അവർ യാത്രയാകുക. തുടർന്നുള്ള കുറച്ച് സമയങ്ങൾ ഈ യാത്രയുടെ ചില പ്രത്യേകതകൾ മാത്രം പറഞ്ഞിട്ട് വേഗത്തിലിരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നോക്കാം, എമ്മൗസിൽ നിന്ന് ഈ യെരൂശലേമിൽ നിന്ന് എമ്മൗസിലേക്കുള്ള ദൂരം 7 നാഴിക എന്നാണ് പറയുന്നത്. അപ്പം 7 നാഴിക ദൂരം എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 11.3 കിലോ 11.5 കിലോമീറ്റർ. അപ്പോൾ ഈ 11.5 കിലോമീറ്റർ ദൂരത്തേക്ക് ഇവരിങ്ങനെ നടന്ന് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുക. ഈ ശിഷ്യന്മാർ ഈ 2 പേരും യേശുവെന്നുള്ള ചാപ്റ്റർ അല്ലെങ്കിൽ യേശുവെന്നുള്ള ആ ഒരു വസ്തുത മതിയെന്നും പറഞ്ഞ് ഇവർ പോകുമ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, യേശു അവരെ കൈവിട്ടില്ല. നോക്കി, യേശുവിൻ്റെ ആ മനസ്സൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം നമ്മളോട് കർത്താവ് എന്ന് പറയാം, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഞാൻ എന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ധൈര്യത്തോടെ പറയും, ആ പീലാത്തോസ് ഉണ്ടല്ലോ, പല പ്രാവശ്യം എല്ലാവരും പറഞ്ഞു, ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷേ ആ യഹൂദന്മാരുടെ വാക്ക് കേട്ട് ക്രൂശിക്ക അവൻ്റെ മുമ്പിൽ പോയോ എന്ന് നിന്നിട്ടൊന്ന് കാണിക്കണം. ഓ, ഞാൻ വന്നിരിക്കുക. പിന്നീട് നിന്നെ ക്രൂശിക്കയറ്റി കുറേ പേരുണ്ട്, എല്ലാവരുടെയും. പക്ഷെ യേശുവിനെ നോക്കി, ഇതൊന്നും യേശുവിന് വേണ്ട. യേശു ആദ്യം തന്നെ ചെല്ലുന്നത് തന്നോടുകൂടെ അത്രയും നാൾ, എത്ര നാളുണ്ടായിരുന്നു നമുക്കറിയത്തില്ല. ഈ ക്ലെയോപ്പ എന്നൊക്കെയുള്ള പേര് നമുക്ക് പിന്നീടൊന്നും കാണാനും പറ്റുന്നില്ല. പക്ഷെ നോക്കി, ആ 2 പേര് യേശുവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അങ്ങ് ഓടി അകന്നു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ, ജീവനുള്ള യേശു അപ്പം ആ ഉയർത്തെഴുന്നേറ്റ യേശു നോക്കിയ യെരൂശലേമിൽ നിന്ന് എമ്മൗസിലോട്ട് പോയ ശിഷ്യന്മാരുടെ അരികിലേക്ക് യേശു അങ്ങ് ചെല്ലുക. ഈ 11-ാമത്തെ ദിവസം ഈ കർത്താവ് നമ്മളോട് പറയുന്നത്, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഓടി അകലാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ്, പക്ഷെ ഓടി അകന്നവരെയും കർത്താവ് കൈവിടത്തില്ല.
ഇന്ന് അതുകൊണ്ടല്ലേ നമ്മൾ പലരും ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നത്. ലോകത്തിൻ്റെ ഒരു നിലപാടനുസരിച്ച് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് മാറിക്കളഞ്ഞാൽ ലോകം അവരെ നോക്കി ഒരൊറ്റ കാര്യം പറയും, നീ എന്ന ചാപ്റ്റർ ഇവിടെ വേണ്ടാന്ന് പറഞ്ഞ് ലോകം അവരെ തള്ളിപ്പറയുമ്പോൾ കർത്താവിന് ഇവരോട് എന്തോ ഒരു പ്രത്യേക ഫേവർ തോന്നി. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ചെയറിലിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മളോടൊരു ഫേവർ തോന്നിയോണ്ടല്ലേ നാം ഇന്ന് രാത്രികാലം ഈ ചെയറിൽ വന്നിരിക്കുകയും ദൈവത്തെ ആരാധിക്കുകയൊക്കെ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഈ യാത്രയുടെ ചില പ്രത്യേകതകൾ വേഗത്തിൽ പറഞ്ഞിട്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ വേണ്ടി ആഗ്രഹിക്കും. ഒന്നാമത്തെ ഈ യാത്രയുടെ പ്രത്യേകത, വാഗ്ദത്ത ദേശം വിട്ട് സ്വന്തം പട്ടണത്തിലേക്ക് ഇവർ യാത്രയാകുകയാണ്. എന്താണ് ഈ വാഗ്ദത്ത പട്ടണം എന്ന് പറയുന്നത്? ദൈവം ആഗ്രഹിച്ചിരുന്നത് ഇവർ യെരുശലേമിൽ തുടരണമെന്നാണ്. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണമേ. കർത്താവ് ആഗ്രഹിച്ചത് ഇവർ യെരുശലേമിൽ തന്നെ ഇരിക്കണമെന്നാണ് യേശു കർത്താവ് ആഗ്രഹിച്ചത്. പക്ഷേ വാഗ്ദത്ത ദേശം വിട്ട് ഇവർ മറ്റു സ്വന്തം ദേശത്തിലേക്ക് യാത്രയാകുന്ന ശിഷ്യന്മാരാണ് ഇവിടെ ആയിരിക്കുന്നത്. നോക്കി, എന്തുകൊണ്ടാണ് അവർ യെരുശലേമിൽ ആയിരിക്കണമെന്ന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദേവദാസന്മാർ നമ്മളോട് പറഞ്ഞു. ദൈവത്തിൻ്റെ ഉയരത്തിൽ നിന്നുള്ള ശക്തി പ്രാപിക്കണമെങ്കിൽ ആ സമയത്ത് ശിഷ്യന്മാരെല്ലാം എവിടെ ഇരിക്കണം? യെരുശലേമിൽ ഇരുന്നേ പറ്റത്തുള്ളൂ. ഇത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമാണ്. പക്ഷേ ഈ വാഗ്ദത്തിൽ നിന്ന് ഓടി അകലുന്ന രണ്ട് ശിഷ്യന്മാരെയാണ് നാം കാണുന്നത്. നോക്കി, രൂത്തിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ഇതുപോലെ നമുക്കൊരു വ്യക്തിയെ കാണാനായിട്ട് കഴിയും. ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്യുന്ന സമയത്ത് ബെത്ലഹേമിലെ ഒരു കുടുംബം ഒരു തീരുമാനമെടുക്കുകയാണ്, ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന സ്ഥലം യഹൂദ എന്ന് പറഞ്ഞൊരു ദേശമാണ്. പക്ഷേ യഹൂദ എന്ന് പറഞ്ഞൊരു ദേശത്ത് ക്ഷാമമുണ്ടായപ്പോൾ എലീമേലെക്കും തൻ്റെ ഭാര്യയും രണ്ടു മക്കളും മഹ്ലോനും കില്യോനും ചേർന്ന് പറയാണ്, ഞങ്ങൾക്ക് ഈ ക്ഷാമമുള്ള ദേശം ഞങ്ങൾക്ക് വേണ്ട, പകരം മറ്റൊരു ദേശത്തേക്ക് ഞങ്ങൾ പോകുകയാണെന്ന് പറഞ്ഞിട്ട് ദൈവ സാന്നിധ്യമുള്ള ദേശം വിട്ട് അന്യവിഗ്രഹങ്ങളെ സേവിക്കുന്ന ഒരു ദേശത്തിലേക്ക് അവർ യാത്രയാകുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ചിന്തിക്കുന്നതിലും അപ്പുറം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ആദ്യത്തെ 10 വർഷക്കാലം അവർക്ക് ഭയങ്കര സമൃദ്ധിയായിരുന്നു. എന്നെ വീണ്ടും കൊഴിക്കുന്ന ഒരു ചോദ്യം ഇപ്രകാരമാണ്, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഓടി അകലുമ്പോഴും കർത്താവ് സഡനായിട്ടൊന്നും പലപ്പോഴും റിപ്ലൈ ചെയ്യാറില്ല. എത്രത്തോളം പോകുമെന്ന് കർത്താവ് ഇങ്ങനെ അങ്ങ് നോക്കുകയാണ്. പക്ഷെ കുറെ നാൾ കഴിഞ്ഞിട്ടും കർത്താവിന് മനസ്സിലായി ഇത് അവർ തിരിച്ചു വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ആയിരിക്കുന്ന ദേശം ഫലപുഷ്ടമായ ദേശമെന്ന് കണ്ടു. പക്ഷെ നാള് കുറെ കഴിഞ്ഞപ്പോഴേക്കും എലീമേലെക്ക് മരിച്ചു വീഴുക. കുറച്ച് നാളങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്ക് 2 പുത്രന്മാർ മഹ്ലോനും കില്യോനും മരിക്കുക. നോക്കിയേ, ദൈവം ആഗ്രഹിച്ചത് അവർ യഹൂദ ദേശത്തിരിക്കുവാൻ. എന്നാൽ യഹൂദ ദേശത്തിരിക്കാതെ അന്യവിഗ്രഹങ്ങളെ സേവിക്കുന്ന ഒരു ദേശത്തിലേക്ക് യാത്ര ചെയ്തപ്പോൾ പിന്നീട് അവർക്ക് രൂത്ത് എന്ന് പറഞ്ഞൊരു സ്ത്രീയൊക്കെ കിട്ടുന്നുണ്ട്. അതിൽ കൂടി നമ്മൾ രൂത്തിനെ നന്നായിട്ടറിയുന്നു. പക്ഷേ അതിനു മുമ്പായിട്ട് തന്നെ ദൈവം എവിടെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചോ ആ സ്ഥലത്ത് അവർ ഇരിക്കാതെ ദൈവ സാന്നിധ്യം വിട്ടകന്നപ്പോൾ ദൈവത്തിന്റെ കരം അവർക്ക് പ്രതികൂലമായിട്ട് വന്നെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, ദൈവം പറയുന്ന ശബ്ദങ്ങൾക്ക് ചെവി കൊടുക്കുന്നവരെയാ ദൈവം മാനിക്കുന്നത്. ദൈവ സാന്നിധ്യത്തിൽ നിന്ന്, ദൈവം കൊടുക്കുന്ന വാക്കുകളിൽ നിന്ന് ഓടി അകലാൻ എളുപ്പമാണ്. ഇതൊക്കെ ഒരു വെറും പഴങ്കഥയാ, ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് നമുക്ക് വേണേൽ പറയാം. പക്ഷെ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന് ശബ്ദം കൊടുക്കുന്നവരെ ദൈവം നിശ്ചയമായിട്ടും മാനിക്കും. എത്ര പേർക്ക് ഇന്ന് രാത്രി ഉറപ്പോടെ ധൈര്യത്തോടെ പറയാൻ പറ്റും, ദൈവം എൻ്റെ കുടുംബത്തോട് പറഞ്ഞ വാക്കുകൾ, എൻ്റെ തലമുറയോട് പറഞ്ഞ വാക്കുകൾ മറ്റുള്ളവർക്കെല്ലാം ഇതൊരു പഴങ്കഥയായിട്ട് തോന്നിയാലും ഇന്ന് രാത്രിയിൽ എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ, അവൻ വാക്കു മാറത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ എന്നെ നിന്ദിച്ചവരുടെ നടുവിൽ, എന്നെ പഠിച്ചവരുടെ നടുവിൽ വാഗ്ദത്തം ചെയ്ത കർത്താവ് എൻ്റെ വാഗ്ദത്തങ്ങളെ നിറവേറ്റുവാൻ അവൻ വിശ്വസ്തനാണെന്ന് ഇന്ന് രാത്രി ധൈര്യത്തോടെ പറയുന്നവർ ആ കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ആ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിന്മേലുണ്ട്. വാഗ്ദത്ത ദേശത്ത് ആയിരിക്കണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ സ്വന്തം മാർഗങ്ങൾക്ക്, സ്വന്തം വഴികൾക്ക് നിങ്ങൾ നേതൃത്വം കൊടുക്കാതെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമെങ്കിൽ നിങ്ങൾ കാണാത്തൊരു നന്മ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവശബ്ദം കേട്ട് മറുതലിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് അബ്രഹാം പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം എനിക്ക് നല്ല പ്രായത്തിൽ, ഹല്ലേലൂയ, സാറയോട് ചോദിക്കുമ്പോൾ സാറ പറയും, ഞങ്ങളുടെ നല്ല പ്രായത്തിലാണ് ദൈവം ഞങ്ങൾക്ക് പ്രോമിസ് ചെയ്തത്, നിന്റെ ചാർച്ചക്കാരെയും നിന്റെ പ്രതിഭവനത്തെ എല്ലാം വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകുകയാണെങ്കിൽ ഒരു പ്രോമിസുകൾ കൊടുക്കുക. പക്ഷെ കാലങ്ങൾ പലത് കഴിഞ്ഞു. ഇപ്പോൾ അവരുടെ ശരീരത്തെ നോക്കുമ്പോൾ ശരീരം നിർജീവമാ. ഹല്ലേലൂയ. പ്രായത്തെ നോക്കുമ്പോൾ പ്രായമെല്ലാം ഭയങ്കര ഓവറായി. ഹല്ലേലൂയ. ആ സാറയുടെ ഗർഭപാത്രത്തിലേക്ക് നോക്കുമ്പോൾ ഗർഭപാത്രം നിർജീവമായിട്ടുള്ള അവസ്ഥയില്ല. പക്ഷെ എല്ലാം നിർജീവമാണെങ്കിലും വാക്ക് പറഞ്ഞവൻ അവൻ വിശ്വസ്തൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആയിരിക്കുന്ന സ്ഥലത്ത്, വാഗ്ദത്ത ദേശത്ത്, വാഗ്ദത്തത്തിന്റെ വാക്കുകളിന്മേൽ ഉറച്ചു നിൽക്കുക. ദൈവം നിങ്ങൾക്ക് അതിമഹത്തായ ഒരു പ്രതിഫലം നൽകി, അതിമഹത്തായ ഒരു പ്രതിഫലങ്ങളെ നൽകി ഇന്ന് രാത്രിയിൽ ദൈവം മാനിക്കാനായിട്ട് പോവുകയാണ്.
അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, സ്വന്തം വാക്കുകൾക്ക് ചെവി കൊടുത്ത് അതിൻ്റെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഭയങ്കര എളുപ്പമാണ്, ഇത്ര നല്ലതായിരുന്നു എന്നൊക്കെ തോന്നും. പക്ഷേ അതിൻ്റെ അന്ത്യമെന്ന് പറഞ്ഞത് ഭയങ്കര കയ്പ് നിറഞ്ഞതായിരിക്കും. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുക. രണ്ടാമത്തെ കാര്യം, ആ യാത്രയുടെ രണ്ടാമത്തെ പ്രത്യേകത, അവർ തർക്കിച്ചും സംസാരിച്ചും കൊണ്ടുള്ള ഒരു യാത്ര. നോക്കിയ 15-ാമത്തെ വാക്യം, സംസാരിച്ചും തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അവരോട് അടുത്ത് ചെന്നു. നോക്കിയേ, ആയിരിക്കേണ്ട ദേശത്തു നിന്നും അവർ അന്യം വിട്ടു പോകുമ്പോൾ പിന്നീടുള്ളതെല്ലാം എന്താണെന്നറിയാമോ? തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും സംസാരങ്ങളാണ് മൊത്തം നടക്കുന്നത്. ഇന്ന് രാത്രിയിൽ വിശ്വാസത്തോടെ എത്ര പേർക്ക് പറയാനായിട്ട് കഴിയും, കർത്താവേ, അങ്ങ് പറഞ്ഞത് കേട്ട് അതൊരു പക്ഷേ കൈപ്പേറിയ അനുഭവമാണെങ്കിലും ആ അനുഭവത്തിൽ ഞാൻ നിൽക്കുമ്പോൾ മറ്റുള്ളവർ എന്നെ നോക്കി തർക്കങ്ങളും വാഗ്വാദങ്ങളും പറഞ്ഞാലും എൻ്റെ നാവിൽ നിന്ന് അങ്ങയുടെ സാന്നിധ്യത്തിനെതിരായിട്ടൊരു വാക്ക് വരത്തില്ലെന്ന് നമ്മൾ ധൈര്യത്തോടെ പറയുമ്പോൾ ദൈവം ഇതെല്ലാം കണക്ക് സൂക്ഷിച്ച് വെച്ചിരിക്കുക. അല്ല, അതിനെതിരായിട്ട് ഈ ദൈവം എന്ത് ദൈവമാ, എന്നോട് പറഞ്ഞ് ഇതുവരെ നടന്നിട്ടില്ല, എനിക്ക് ഈ സാന്നിധ്യവും വേണ്ട, എനിക്ക് ഈ ദൈവകൃപയും വേണ്ട. ആരാധിക്കുന്നവരൊക്കെ ആരാധിച്ചോണം, ഞാനൊരു സ്റ്റാച്ചു ആയിട്ട് വേണേ വന്നിരിക്കും, എനിക്ക് കൈയടിക്കാനൊന്നും പറ്റത്തില്ല, എനിക്ക് ആരാധിക്കാനൊന്നും പറ്റത്തില്ല. ആരുടെയൊക്കെയോ നിർബന്ധത്തിന് വഴങ്ങി നാം വരികയാണെങ്കിൽ ദൈവത്തിൻ്റെ കരം നമുക്ക് പ്രതികൂലമായി വരുന്നതിന് മുമ്പ് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുക. തർക്കത്തിനും വാഗ്വാദത്തിനും നമുക്ക് സമയമില്ല. നമുക്ക് സമയമുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ദൈവം ആയുസ് തരുന്നിടത്തോളം, ദൈവം ആരോഗ്യം തരുന്നിടത്തോളം. അപ്പാ നന്ദി കർത്താവേ, സകലത്തിനും നന്ദി അപ്പാ. ഞാൻ നിന്നതല്ല, കർത്താവ് എന്നെ നിർത്തിയതാണ്. എൻ്റെ കഴിവ് കൊണ്ട് ഞാനിത് നേടിയതല്ല, എൻ്റെ മിടുക്ക് കൊണ്ട് ഞാനിത് നേടിയതല്ല. ദൈവത്തിൻ്റെ ഒരൊറ്റ കൃപ എൻ്റെ മേൽ വന്നതുകൊണ്ട് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു എന്ന് ഏറ്റു പറയുന്ന ആരുണ്ടോ അവരിൽ മേലാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാ, ദൈവസഭ തർക്കത്തിനുള്ളതല്ല, ദൈവത്തിന്റെ സഭ വാഗ്വാദത്തിനുള്ളതല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഉറപ്പോടെ നിൽക്കുന്നവനെ, താഴ്മ ധരിച്ചു നിൽക്കുന്നവനെ ദൈവം മാനിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ധൈര്യത്തോടെ പറയണം, കർത്താവേ, എൻ്റെ യാത്രകൾ വാഗ്ദത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അറിയാതെ എൻ്റെ നാവിൽ നിന്ന് വാഗ്വാദങ്ങൾ വരും, അറിയാതെ എൻ്റെ വായിൽ നിന്ന് തർക്കത്തിന്റെ വാക്കുകൾ വരും. അവർ ചെയ്യുന്നത് ശരിയല്ല, ഇവർ ചെയ്യുന്നത് ശരിയല്ല, ഇങ്ങനെ ആരാധിച്ചാൽ പോരെ, അങ്ങനെ ആരാധിച്ചാൽ പോരെ, അതെന്ത് മെസ്സേജാണ്, ഇതെന്ത് മെസ്സേജ്? നോ നോ നോ. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന പറയും, ഒരു ചെറിയ കുഞ്ഞിവിടെ നിന്നൊരു മെസ്സേജ് പറഞ്ഞാലോ അപ്പൊ അതെന്നോടുള്ള മെസ്സേജ് ആണെന്ന് പറഞ്ഞ് ഹാലിൽ അത് റിസീവ് ചെയ്യുമ്പോൾ ദൈവം മാനിക്കാനായിട്ട് പോകുക. ശമന റാം ദുനിയാ തുരപ. അതുകൊണ്ട് രണ്ടാമത്തെ യാത്രയുടെ പ്രത്യേകത തർക്കങ്ങളും വാഗ്വാദങ്ങളും നിറഞ്ഞ ഒരു യാത്ര. നോക്കിയേ, വാഗ്ദത്തിൽ നകന്നു പോയപ്പോൾ അറിയാതെ തർക്കങ്ങൾ വന്നു, അറിയാതെ എന്താ അവർ തർക്കിക്കുന്നത്? യേശു ഉയർത്തു. ഒരാൾ പറയാ, ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ക്ലെയോപ്പാവ് പറയാ, യേശു ഉയർത്തു, പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. മറ്റേ ശിഷ്യൻ പറയാം, നീ മണ്ടത്തരം പറയാതെ, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, അങ്ങേരുന്ന കുറെ നാളെ കുറെ അത്ഭുതം ചെയ്തു, ഇതൊക്കെ ആർക്കും ചെയ്യാനായിട്ട് പറ്റും. വാഗ്വാദമാണ്, മൊത്തം വാഗ്വാദം. അന്ന് ഇല്ലില്ല, വെറുതെ നീ പറയരുത്, കുരുടന് കാഴ്ച കൊടുക്കും ഞാൻ സ്വന്തം കണ്ണാക്കാൾ. ഇതൊക്കെ ചുമ്മാ കൺകെട്ടാണെന്ന്. ഇതാണ് വാഗ്വാദം, ഇതാണ് വാഗ്വാദം. ഇന്ന് രാത്രിയിൽ നമുക്ക് ധൈര്യത്തോടെ പറയാം, ഇല്ല എൻ്റെ അപ്പ എൻ്റെ വിഷയത്തിന്മേൽ ഒരു മറുപടി തന്നില്ലെങ്കിലും അങ്ങേ പിരിഞ്ഞൊരു സാന്നിധ്യം എനിക്ക് വേണ്ടെന്ന് പറയുന്നിടത്താണ് ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ മേൽ ചലിക്കുന്നത്. ഹല്ലേലൂയ. മൂന്നാമത്തെ യാത്രയുടെ പ്രത്യേകത, അത് കണ്ണ് അടയപ്പെട്ടു പോയ യാത്ര. അതിൻ്റെ 16-ാമത്തെ വാക്യം, അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. നോക്കി, ഈ രണ്ട് ശിഷ്യന്മാരും യേശു തങ്ങളുടെ കൂടെ നടന്ന് സംസാരിക്കുന്ന ഈ സംസാരങ്ങളൊക്കെ കേട്ടപ്പോഴും ഇവർക്ക് മനസ്സിലായില്ല ഇത് യേശു, കാരണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു എന്നാണ് അവിടെ. നോക്കി, അവരുടെ ഫിസിക്കൽ കണ്ണൊക്കെ ഇങ്ങനെ തുറയും, പക്ഷെ ആന്തരികമായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് അവർക്ക് കാണാൻ കഴിയുന്നില്ല. നാളുകൾ അവരുടെ കൂടെ നടന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത യേശുവിൻ്റെ സാന്നിധ്യം അറിയാതെ ഇവരുടെ കണ്ണ് കുരുടായി പോയിരുന്ന ഒരവസ്ഥയിലേക്ക് വരും. നമുക്കറിയാം, രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ഒരു വ്യക്തി കാണാൻ, ഏലീശായുടെ കൂടെ നടന്ന ഒരു ശിഷ്യനെ നമുക്കറിയാം. നോക്കി, അരാം രാജ്യം ഇസ്രായേൽ സൈന്യത്തെ ആക്രമിക്കാനായിട്ട് വരികയാണ്. ആ ആക്രമിക്കാനായിട്ടുള്ള വരുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന എലീശയ്ക്ക് വെളിപ്പെടുക, അരാം സൈന്യം വരുന്നുണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി. നോക്കിയാൽ എന്നാൽ ഓരോ പദ്ധതികളും നന്നായിട്ട് അറിയുന്ന എലീശ ഓരോ പ്രാവശ്യവും അറ്റാക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് അവിടുത്തെ ഇസ്രായേലിലെ രാജാവിനെ അറിയിക്കും. 2 പ്രാവശ്യം ഇസ്രായേൽ രാജാവും മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നു. അരാം രാജാവിന് ഭയങ്കര അത്ഭുതം. ഇതെങ്ങനെ സംഭവിക്കുന്നു? നമ്മുടെ കൂട്ടത്തിൽ ഒരു ചാരനുണ്ട്, അവൻ ഈ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുക. പെട്ടെന്ന് അവർ പറയുന്നുണ്ട്, ചാരനൊന്നുമില്ല, ഇസ്രായേലിൽ ഒരു പ്രവാചകൻ
പ്രവാചകനുണ്ട്, അവൻ്റെ പേര് എലീശ എന്നാണ്. കാര്യങ്ങളെല്ലാം വിവരിച്ചപ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, അവനെ നമുക്ക് വേണം, അവനെ നമുക്ക് പിടിക്കണം. അവനിപ്പോൾ എവിടെ ഉണ്ട്? അവനിപ്പോൾ ദോഥാനിലുണ്ട്. അവർ പോകുക, ദോഥാനിലേക്ക് ചെല്ലുക. ഏറ്റവും ശക്തിയുള്ള കുതിര ചേവകരുമായിട്ട് പടയാളികളുമായിട്ട് ആ പട്ടണത്തെ മുഴുവൻ അങ്ങ് വളഞ്ഞിരിക്കുക. രാവിലെ തന്നെ തുറന്നു നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച, അരാം സൈന്യം പട്ടണം മുഴുവൻ വളഞ്ഞിരിക്കുക. തങ്ങളെ കൊന്നുകളയാ, പ്രവാചകനെ കൊന്നുകളയാനായിട്ട് ഇവരെല്ലാം വന്നിരിക്കുക. പക്ഷെ അന്നേരം എലീശ പറയുന്ന ഒരു വാക്ക്, നമ്മുടെ കൂടെയുള്ളവൻ, ഹല്ലേലൂയ, നമ്മുടെ കൂടെയുള്ളവൻ ഇവരുടെ കൂടെയുള്ളവരെക്കാളും അധികമല്ലോ. നോക്കി, കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. നമ്മുടെ കൂടെ നമ്മൾ രണ്ടുപേരെ അല്ലാതെ വേറെ ആരെയും കാണുന്നില്ല. പെട്ടെന്ന് തന്നെ പ്രവാചകൻ പറയും, കർത്താവേ, ഇവന്റെ അകത്തിന്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. നോക്കി, അകം കണ്ണ് തുറന്നപ്പോൾ തന്നെ അവൻ കാണുന്ന ഒരു കാഴ്ച, സ്വർഗീയ രഥങ്ങൾ അവർക്ക് വേണ്ടി ഇങ്ങനെ, ഹല്ലേലൂയ, യുദ്ധം ചെയ്യുവാൻ വേണ്ടി നിൽക്കുന്ന ഒരു രംഗം അവർ കാണുക. ഇന്ന് രാത്രിയിൽ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നാം കേൾക്കുന്ന മെസ്സേജ് ഇത് തന്നെയാണ്. ഹല്ലേലൂയ, ആ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുമ്പോൾ ഇപ്പോഴും ശിശുക്കളായിരിക്കാനല്ല, വചനത്തിൽ വളരുക. വചനത്തിൽ അങ്ങോട്ട് വളർന്നു കഴിയുമ്പോൾ നമ്മുടെ അകക്കണ്ണുകൾ അങ്ങ് തുറക്കാനായിട്ട് ഇടയായി തീരും. ശത്രു എത്ര പ്രതികൂലങ്ങൾ ഒരുക്കുമ്പോഴും അതിന്റെ നടുവിൽ പേടിച്ചിരിക്കുവാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിന്റെ നടുവിൽ ധൈര്യത്തോടെ ഉറപ്പോടെ പറയണം, എന്ത് പ്രതിസന്ധികൾ വന്നാലും ഞങ്ങളുടെ കൂടെ ഒരുവനുണ്ട്. അവന്റെ പേര് അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാനത്തിന്റെ പ്രഭു. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ഉറപ്പോട് ധൈര്യത്തോടെ പറയാനായിട്ട് പറ്റും, ഞങ്ങളുടെ കൂടെ ഒരുവനുണ്ട്? ആ കരമെല്ലാം ഒന്ന് ഉയർത്തിക്കേ. ഇന്ന് രാത്രി ധൈര്യത്തോടെ പറഞ്ഞ്, ഞങ്ങളുടെ കൂടെ ഒരുവനുണ്ട്, അവൻ അത്ഭുത മന്ത്രിയാ, എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ അവൻ വിശ്വസ്തൻ തന്നെയാണ്. ക്ഷമന റംധുനിയ. നോക്കി, ഇവർക്ക് മനസ്സിലായില്ല ഇത് ആരാന്നൊന്നും മനസ്സിലായി. ഞാൻ വേഗത്തിലങ്ങ് പോവുകയാണ്. അടുത്തത് 4-ാമത്തെ, വാടിയ മുഖത്തോടെയുള്ള അവരുടെ യാത്ര. 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവനവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്തേ എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. നോക്കിയേ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ നിന്ന് അവർ അന്യമായി പോകുമ്പോൾ 4-ാമത്തെ കാര്യം, അവരുടെ മുഖം വാടാനായിട്ട് തുടങ്ങി. ഇതുവരെ പ്രകാശിച്ചിരുന്ന അവരുടെ മുഖം വാടുവാനായിട്ട് തുടങ്ങി. എന്നാൽ ഇന്ന് ധൈര്യത്തോടെ നമുക്കൊരു കാര്യം പറയാനായിട്ട് പറ്റും. ഏത് പ്രതിസന്ധികളുടെ നടുവിലും ധൈര്യത്തോടെ ചിരിച്ചുകൊണ്ട് ആ പ്രതിസന്ധി അഭിമുഖീകരിക്കുവാൻ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ഒരു കൃപയുണ്ട്. അതത്തെ ഉയരത്തിലെ ശക്തി. ഇന്ന് രാവിലെ നാം കേട്ടതുപോലെ തന്നെ ഉയരത്തിലെ ശക്തി ഞങ്ങളുടെ മേൽ വരുമ്പോൾ പ്രതികൂലങ്ങളില്ലാഞ്ഞിട്ടല്ല, പ്രയാസങ്ങളില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അതിന്റെ നടുവിലും ചിരിക്കുവാനുള്ളൊരു മുഖം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ഒരൊറ്റ കൃപയൊന്നുകൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലോട്ട് കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ ഒരു വ്യക്തിയെ കാണാം. അദ്ദേഹത്തിന്റെ പേര് കയീൻ എന്നാണ്. കയീനോട് ദൈവം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, കയീനെ, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? അതിന് മുമ്പുള്ള ചരിത്രങ്ങളെല്ലാം നമുക്കറിയാം. കയീൻ ഒരു കൃഷിക്കാരനാ, ഹാബേൽ ഒരു ആട്ടിടയനാ. കയീൻ തന്റെ നിലത്തിലെ അനുഭവത്തിൽ അവൻ ശ്രദ്ധ കൂടുക. നിലത്തിലെ അനുഭവത്തിൽ അവൻ ശ്രദ്ധ കൂടുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ, ഒന്നാമതായിട്ട് അവൻ സ്വയത്തിൽ പ്രശംസിക്കാനായിട്ട് ഇടയായിത്തീരുന്നു. ഞാൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ശരി, ഹാബേൽ ചെയ്യുന്നത് തെറ്റാണ്, അവന് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അറിയത്തില്ല. സ്വയത്തിൽ അവൻ പ്രശംസിക്കാനായിട്ട് തുടങ്ങി. രണ്ടാമത് അവൻ ആരാധന മറക്കുവാനായിട്ട് തുടങ്ങി. ആരാധന ഒരു അഭിനയമായി കയ്യിൻ്റെ മാറുവാനായിട്ട് തുടങ്ങി. 3, ദൈവ സാന്നിധ്യം അവൻ മറന്നു. 4, അവൻ സഹോദരനെ മറന്നു. ഒറ്റ വാക്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ചെയ്യുന്നത് മുഴുവൻ തിന്മയാണ്, ചെയ്യുന്നത് മുഴുവൻ തിന്മയാണ്. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അത് കാണാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം, നിന്റെ മുഖം വാടുന്നത് എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകുക ഇല്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്ക് ആകുന്നു, നീയോ അതിനെ കീഴടക്കണം. നോക്കിയേ, നിലത്തിലെ അനുഭവത്തിൽ അവൻ ശ്രദ്ധ കൂടിയപ്പോൾ അവൻ ദൈവത്തെ മറന്നു, ആരാധനയെ മറന്നു, സഹോദരനെ മറന്നു. അവന്റെ ആഗ്രഹം ഇത്രയുള്ളൂ, ഞാൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ശരി. എന്നാൽ ദൈവം അവനോട് പറയാ, ഞാൻ നിന്റെ ആരാധനയും ഞാൻ പ്രസാദിക്കുന്നില്ല. പകരം ഹാബേലിനോട് പറയാ, ഹാബേലിലും അവന്റെ ആരാധനയിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു. എന്നാൽ കയീനോട് ദൈവം ചോദിക്കാണ്, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? ഞാൻ അവന്റെ യാഗത്തിൽ പ്രസാദിച്ചു എന്ന് പറയുമ്പോഴേ തന്നെ ദൈവം വീണ്ടും ഒരു അവസരം കൊടുക്കുക. പക്ഷേ ആ അവസരത്തിലും സഹോദരനെ കൊന്നുകളയുന്ന ഒരു അനുഭവത്തിലേക്ക് മാറുമ്പോൾ സഹോദരന്റെ നിലവിളി സ്വർഗം കേൾക്കുക, ഒരു ശാപത്തിലേക്ക് മാറുക. ഇന്ന് രാത്രികാലം പറയട്ടെ, വാടിയ മുഖം എപ്പോഴാണ് വരുന്നത്? ദൈവ സാന്നിധ്യത്തിൽ നോടി അകലുമ്പോഴും ആരാധന വേണ്ട, പ്രാർത്ഥന വേണ്ട, ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി, മറ്റുള്ളവരെല്ലാം കുറ്റക്കാരെന്നുള്ള രീതിയിൽ നമ്മുടെ ഉള്ളിൽ ചിന്ത വരുമ്പോൾ നമ്മുടെ മുഖം അറിയാതെ വാടാനായിട്ട് തുടങ്ങും.
എന്നാൽ ദൈവത്തിൽ പ്രത്യാശ വെക്കുന്ന ദൈവമക്കൾ ഒരു കാര്യം പറയും, മുഖം വാടുന്ന അനുഭവങ്ങൾ വരാഞ്ഞിട്ടല്ല, ജീവിതത്തിന്റെ മേൽ പ്രതികൂലങ്ങൾ വരാഞ്ഞിട്ടല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാത്ത രീതിയിൽ കൈപ്പേറിയ അനുഭവങ്ങൾ വരാഞ്ഞിട്ടല്ല, പക്ഷെ അതിന്റെ എല്ലാ നടുവിൽ ഇന്ന് ജീവനോടെ നിലനിൽക്കുന്നതിന്റെ പുറകിൽ ഒറ്റ കാരണമേ ഉള്ളൂ. ആ ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ ഞാൻ പറഞ്ഞപ്പോൾ അവൻ എന്നോടൊരു വാക്ക് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും, ഞങ്ങളുടെ കൂടെ ഒരുവനുണ്ട്. പ്രതികൂലത്തിന്റെ വേളയിലും പ്രയാസത്തിന്റെ വേളയിലും ഞങ്ങളുടെ കരം പിടിച്ച് നടത്തുന്ന ഒരു നല്ല പിതാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ അനുഭവിക്കുന്നവർ ആ കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. വാടിയ മുഖം നമുക്ക് വേണ്ട, ദൈവസന്നിധിയിൽ പ്രശോഭിക്കുന്ന, ദൈവസന്നിധിയിൽ പ്രസരിപ്പുള്ള ഒരു മുഖം ഇന്ന് രാത്രിയിൽ എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് എത്ര പേര് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ നമുക്കൊരു വ്യക്തിയെ കാണാം, പൗലോസ് എന്നാ പറയുന്നത്. പൗലോസിനെ കുറിച്ച് നോക്കുമ്പോൾ വാടിയ മുഖത്തിന്റെ ഒത്തിരി അനുഭവങ്ങൾ വന്നു. പക്ഷേ പൗലോസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇല്ല, എത്ര വാടിയ മുഖം എൻ്റെ ജീവിതത്തിൽ മേൽ അങ്ങനെയുള്ള ഒരു അനുഭവം വന്നാലും ഞാൻ ഒരിക്കലും ഇതിൽ നിന്ന് പിന്മാറത്തില്ല. ഒരു ദിവസം പൗലോസിന് ഭയങ്കര ഒരാഗ്രഹമാണ്, എനിക്ക് പ്രസംഗിക്കാൻ വേണ്ടി ആസിയയിലേക്ക് പോകണം. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ വിലക്കിയെന്നാണ് വായിക്കുന്നത്. പിന്നീട് ബിഥുനിയയിലേക്ക് പോകണം, യേശുവിന്റെ ആത്മാവ് അവനെ വിലക്കിയെന്നാണ് വായിക്കുന്നത്. പിന്നീട് ത്രോവാസിൽ നിൽക്കുമ്പോൾ പൗലോസ് ഒരു ദർശനം കാണുക, ഒരു മക്കദോന്യക്കാരനായിട്ടുള്ള ഒരു പുരുഷൻ തൻ്റെ മുമ്പിൽ നിന്ന് യാചിക്കുക. നമുക്കെല്ലാവർക്കും ആ ചരിത്രം അറിയാം. തൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ യാചിക്കുക, തങ്ങളുടെ അടുത്തേക്ക് വരണം. പൗലോസ് പെട്ടെന്ന് തന്നെ തൻ്റെ യാത്രയെല്ലാം മാറ്റിവെച്ച് മക്കദോന്യയിലേക്ക് നേരെ അങ്ങ് ചെല്ലുക. ഇവിടെയാണ് ഈ മുഖം വാടുന്നതിൻ്റെ അനുഭവം വരുന്നത്. ഈ ഫാക്ട്സ് ആൻഡ് പ്രോമിസ് നടക്കുന്ന കാര്യങ്ങളും പ്രോമിസും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ മുഖമൊക്കെ വാടുന്ന ഒരു അനുഭവം വരുന്നത്. പൗലോസിൻ കണ്ട ദർശനം മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ തൻ്റെ മുമ്പിൽ നിന്ന് നിലവിളിക്കുന്നു. പൗലോസ് നേരെ യാത്രയാകുക. പക്ഷേ ഈ മക്കദോന്യക്കാരനായിട്ടുള്ള പുരുഷൻ ആരാണെന്നോ, അവൻ എങ്ങനെ ഇരിക്കുമെന്നോ, അവൻ എവിടെ താമസിക്കുന്നോ ഒന്നും ദൈവം അവനോട് പറഞ്ഞിട്ടില്ല. നേരെ അങ്ങ് പോകുക. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിറങ്ങുന്നവൻ്റെ മേലാണ് ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. ആദ്യം ചെല്ലുമ്പോൾ പുഴവക്കിൽ ഇവരിയ്ക്കുക, ആരാധന സ്ഥലം അന്വേഷിച്ച് പോകുക. പുഴവക്കിൽ അവരിയ്ക്കുക. പക്ഷെ അവിടെ ഒരു സ്ത്രീയുടെ ഹൃദയത്തെ ദൈവം അങ്ങ് തുറന്നു. ലുദിയായുടെ ഹൃദയത്തെ ദൈവം തുറന്നു. ലുദിയായുടെ കുടുംബത്തിലുള്ള എല്ലാവരും അവർ ദൈവത്തെ അറിയുക. പിന്നീട് ഒരു വെളിച്ചപ്പാടത്തി സ്ത്രീ അവർക്കെതിരായിട്ട് കടന്നു വരിക. ദൈവം പറഞ്ഞത് എന്താണ്? മക്കദോന്യക്കാരനായിട്ടുള്ള ഒരു പുരുഷൻ. പക്ഷെ ഇപ്പോൾ കണ്ടുമുട്ടുന്നത് മുഴുവൻ സ്ത്രീകളെയാണ് കണ്ടുമുട്ടുന്നത്. ഈ ദൈവം പറഞ്ഞ പ്രോമിസും ഇപ്പോൾ ഫാക്സുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. എങ്കിലും പൗലോസിന്റെ മുഖം സന്തോഷഭരിതമാകുക. ദൈവം പറഞ്ഞത് ഒരാളെ ആണെങ്കിലും ഇപ്പോൾ പലരെയും എനിക്ക് നേടാനായിട്ട് സാധിച്ചത്. പലപ്പോഴും ദൈവത്തിന്റെ വഴികൾ ഇതുപോലെയാണ്. ദൈവം നമ്മളോടൊരു വാക്ക് പറഞ്ഞ് ആ വാക്കിനനുസരിച്ച് നമ്മുടെ ചുവടുകളെ വെക്കുമെങ്കിൽ നാം പോലും അറിയാത്ത പല കാര്യങ്ങളും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുവാൻ ദൈവം തയ്യാറാണ്. നോക്കിക്കുക, അടുത്തതായിട്ട് കടന്നു വരുന്നത് ഈ വെളിച്ചപ്പാടത്തി സ്ത്രീ സൗഖ്യമായത് കണ്ട് ആ ആളുകളെല്ലാവരും കൂടെ പൗലോസിനെയും അവരെ പിടിക്കുക, ശീലാസിനെയും പിടിക്കുക. ആദ്യം വായിക്കുന്നത് ഇങ്ങനെയാണ്, അവർ ചന്തസ്ഥലത്തൂടെ അവരെ വലിച്ച് ഇഴച്ചു. കേൾക്കാൻ എന്ത് സുഖമാ, വായിക്കാനും നല്ല സുഖമാ. പക്ഷെ അത് അനുഭവിക്കുന്നവർക്കറിയാം ചന്തസ്ഥലത്തോടെ വലിക്കുമ്പോൾ എത്രമാത്രം വേദനകളാണെന്ന്. അടുത്തത് ചെയ്തത്, അവരുടെ വസ്ത്രമെല്ലാം അവിടെ പറിച്ചുരിയുകയാണ്. പിന്നീട് കാണുന്ന അവരെ കോൽ കൊണ്ട് അവരെ അടിക്കുകയാണ്. പിന്നീട് അവരെ തടവിലാക്കുന്നു, അവരുടെ കാലാമത്തിലിട്ടും അവിടെ പൂട്ടുകയാണ്. പക്ഷേ ഇത്രയൊക്കെ ആയിട്ടും പൗലോസിനോട് ചോദിക്കുക, പൗലോസ് നിന്റെ മുഖം എന്താണ് ഇപ്പോഴും നല്ല പ്രകാശിച്ചിരിക്കുന്നത്, എന്തുകൊണ്ട് നിന്റെ മുഖം പാടുന്നില്ല? പൗലോസ് ഒറ്റ കാര്യം പറയും, ദൈവം എന്നോട് മക്കദോന്യക്കാരനായിട്ടുള്ളൊരു പുരുഷനെ കാണിച്ചിട്ടുണ്ട്. അവൻ്റെ മുഖം കാണുന്നത് വരെ എൻ്റെ മുഖത്തിൽ യാതൊരു വാട്ടവും വരത്തില്ല. ഇന്ന് രാത്രി ധൈര്യത്തോടെ എത്ര പേർക്ക് പറയാനായിട്ട് പറ്റും? ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിലേക്ക് ഓടിയടുക്കുമ്പോൾ, ഇതുപോലുള്ള പ്രതികൂലങ്ങൾ വരുമ്പോഴും ധൈര്യത്തോടെ ഉറപ്പോടെ പറയണം, എനിക്ക് വാക്ക് തന്നവൻ വിശ്വസ്തൻ. എത്ര പ്രതികൂലം വന്നാലും അതിൻ്റെ നടുവിൽ എന്നെ ജയത്തോടെ നിർത്തുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണെങ്കിൽ ഇന്ന് രാത്രിയിൽ അത് വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. നോക്കി, ഇങ്ങനെയാണ് വായിക്കുന്നത്, കൈകളിൽ ചങ്ങല, കാലുകളിലെല്ലാം ആമത്തിലിട്ട് പൂട്ടുമ്പോൾ പൗലോസും ശീലാസത്തിൽ കരഞ്ഞിരുന്നല്ല അവിടെ വായിക്കുന്നത്. അവർ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാനായിട്ട് തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അതൊരു പാട്ടായിട്ട് മാറി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അതൊരു ആരാധനയായി മാറി. ആരാധന അങ്ങോട്ട് ഉയർന്നു കഴിഞ്ഞപ്പോഴേക്ക് അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, അടിസ്ഥാനങ്ങൾ കുലുങ്ങി, വാതിൽ തുറന്നു, എല്ലാവരുടെയും കയ്യിൽ കിടക്കുന്ന ചങ്ങലകൾ ഓരോന്നോരോന്നായിട്ട് അഴിഞ്ഞു പോകാനായിട്ട്. എന്ന അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ അത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഇങ്ങനെയാണ്. 29-ാം വാക്യത്തിൽ
വാക്യത്തിൽ അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് വന്നു. ആരാ വെളിച്ചം ചോദിക്കുന്നത്? ആ കാരാഗ്രഹ പ്രമാണി വെളിച്ചം ചോദിച്ച് അകത്തേക്ക് വന്നു. ഇവരെ ഇട്ടിരിക്കുന്നത് ഇരുൾ നിറഞ്ഞൊരു മുറിയില. കയ്യിൽ ചങ്ങലകൾ, കാലിൽ ആമത്തിലിട്ടിരിക്കുന്നു. മുഖമെല്ലാം ഒരുപക്ഷെ പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ വേദനകൾ നിറഞ്ഞത്. പക്ഷേ കാരാഗ്രഹ പ്രമാണി തന്നെ കൊല്ലുവാനായിട്ട് നോക്കുമ്പോൾ അകത്തുനിന്നൊരു വെളിച്ചം വീശുക. അകത്തുനിന്നൊരു വെളിച്ചം വീശുക. എങ്ങനെ ഈ വെളിച്ചം വന്നു? പ്രാർത്ഥിക്കുന്നവന്റെ മേൽ മറ്റാരും കാണാത്തൊരു ശോഭ ദൈവം കൊടുക്കുക. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് പറയാനായിട്ട് കഴിയും? മറ്റുള്ളവർ നമ്മളെ കണ്ട് പറയണോ, അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമകനുണ്ട്, ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമകളുണ്ട്. ദൈവത്തിന്റെ സന്നിധി നമ്മൾ ഇടിവിൽ നിൽക്കുമ്പോൾ ശത്രു എത്ര വലിയ പദ്ധതികൾ ഒരുക്കാലോ അതിന്റെ മേൽ ജയം തന്ന് നമ്മളെ മാനിക്കുവാൻ എന്റെ കർത്താവ് വിശ്വസ്തനാണെങ്കിൽ, ഹല്ലേലൂയ, പൗലോസിന്റെ അടുത്തേക്ക് അവർ വെളിച്ചം ചോദിച്ചു വന്നതുപോലെ ഈ ഉപവാസ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പായിട്ട് പാപത്തിൽ കിടക്കുന്ന അനേകം പേർ നമ്മളിന്മേൽ വന്ന് പറയട്ടെ, എനിക്ക് വെളിച്ചം വേണം, ആ വെളിച്ചം നിന്നെ ഞാൻ കാണുന്നു. ഹല്ലേലൂയ. എത്ര പേർക്കൊന്ന് പറയാനായിട്ട് പറ്റി? കർത്താവേ, ആ വെളിച്ചം എൻ്റെ ഉള്ളിൽ മേലൊന്ന് പകരണമേ അപ്പാ. ഹാലലൂയ. മറ്റുള്ളവർ കണ്ട് എന്നോടൊന്ന് പറയണം, നീ യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലാ. ഹാലലൂയ. നമ്മുടെ വിഷയങ്ങളെ കണ്ട് നാം പതറാതിരിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ നോക്കി പറയണം, നിങ്ങൾക്ക് എങ്ങനെ ഇത് സാധിക്കുന്നു? അന്നേരം നമുക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും, എന്നെ ജീവനോടെ നിലനിർത്തുന്ന ഒരു സ്വർഗീയ അപ്പായുണ്ട്. അവൻ എന്നെ ഒരു നാളും കൈവിടാത്തവൻ. എത്ര വലിയ പ്രതിസന്ധികളുടെ നടുവിലും ചിരിച്ചോണ്ടിരിക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നതുകൊണ്ടല്ലേ ഈ രാത്രിയിലും ദൈവത്തിന്റെ സന്നിധി നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് ഉറപ്പോടെ ധൈര്യത്തോടെ പറയണം, എന്നോട് കൂടെ ഒരുവനുണ്ട്. അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ നിത്യപിതാവൻ, സമാധാനത്തിന്റെ പ്രഭു. അഞ്ചാമത്തെ യാത്ര, പ്രതീക്ഷിച്ചത് നടക്കാത്തത് കൊണ്ട് നിരാശരായി തീർന്ന യാത്ര. 21 വാക്യം. 2 പുരുഷന്മാരെ കണ്ടു. പിന്നീട് പത്രോസിനെ നോക്കിയ പണ്ട് അവിടെ തുണി മാത്രമേ കണ്ടുള്ളൂ. ഇതൊക്കെ പക്ഷേ ഞങ്ങളിത് കണ്ടിട്ടില്ല. നോക്കിയേ, പ്രതീക്ഷിച്ചത് നടക്കാത്തത് കൊണ്ട് നിരാശരായി തീർന്നു. നോക്കിയേ, വാഗ്ദത്ത ദേശത്തു നിന്നും അന്യരായി പോകുമ്പോൾ പ്രതീക്ഷിച്ചത് നടന്നില്ലെങ്കിൽ ആ യാത്രയിൽ മുഴുവൻ നിരാശയുടെ അനുഭവമായിരിക്കും. എന്നാൽ ഇന്ന് ഉറപ്പോടെ ധൈര്യത്തോടെ പറയട്ടെ, എല്ലാ പ്രതീക്ഷകളും തകിടം മറിഞ്ഞാലും നമുക്കൊരു കാര്യം ഉറപ്പാണ്, വാഗ്ദത്തം തന്നവൻ വിശ്വസ്തൻ. ഒരു ആമേൻ പറയാമോ ദൈവമക്കളെ? വാഗ്ദത്തം തന്നവൻ വിശ്വസ്തൻ, അവൻ വാക്കും മാറത്തില്ല. സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും നടന്നില്ലെങ്കിലും, ഒരുപക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ നടന്നില്ലെങ്കിലും എനിക്കൊരു കാര്യം നന്നായിട്ട് അറിയാം, അവൻ എന്നെ ഒരു നാളും കൈവിടാത്തൊരു കർത്താവാണ്. പ്രതികൂലത്തിന്റെ വേളകളിൽ നടന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ സാന്നിധ്യം വേണ്ട, ആരാധന വേണ്ടെന്ന് പറയാൻ എളുപ്പമാ. പക്ഷെ എത്ര പ്രതികൂലങ്ങൾ കടന്നു വന്നാലും അതിന്റെ നടുവിൽ ധൈര്യത്തോടെ ഒരു വ്യക്തി പറയും, ഇല്ല, പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ലെങ്കിലും, പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ സംഭവിച്ചില്ലെങ്കിലും, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ പ്രതീക്ഷകൾക്കപ്പുറമായി എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവകരം എനിക്ക് വേണ്ടി ഉറന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിൽ ചിലരോടൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാം, പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും നിങ്ങളുടെ ചിന്തകൾക്കപ്പുറമായി ഇന്ന് രാത്രിയിൽ ദൈവ സാന്നിധ്യം ചിലരെയൊക്കെ തൊടുകയാ. ഹല്ലേലൂയ. പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ലെങ്കിലും നിങ്ങളുടെ ചിന്തകൾക്കപ്പുറമായി ദൈവത്തിന്റെ ഒരു സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ആരൊക്കെയോ തൊടുകയോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ലെന്നും പറഞ്ഞ്, ഹല്ലേലൂയ, ഈ സാന്നിധ്യം എനിക്ക് വേണ്ടെന്നും പറഞ്ഞ് ഒരുപക്ഷെ മാറിയിരുന്ന് കരയാനോ, ഒരുപക്ഷെ മാറിയിരുന്നിട്ട് എനിക്ക് ഈ ദൈവത്തെ വേണ്ട, ദൈവത്തെ ആരാധിക്കുന്നവരെ വേണ്ടെന്നും പറഞ്ഞ് മാറിയിരിക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ അതിൻ്റെ നടുവിലും കരയാൻ വീണ്ടും ഒരുക്കമുള്ള ഒരു ദൈവപൈതലിനെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും, പ്രതികൂലങ്ങൾ വരാഞ്ഞിട്ടല്ല, പ്രയാസങ്ങൾ വരാഞ്ഞിട്ടല്ല, പക്ഷെ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും എനിക്കൊരു കാര്യം നന്നായിട്ട് ഉറപ്പാണ്, പാപത്തിന്റെ അഗാധ കൂപത്തിലായിരുന്ന എന്നെ അപ്പായുടെ കരം തന്നെ അവൻ വീണ്ടെടുത്ത്, ഹല്ലേലൂയ, ഈ സ്വാതന്ത്ര്യത്തിലേക്ക് എൻ്റെ അപ്പ എന്നെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ സാന്നിധ്യം വിട്ടകന്നിട്ട് ഞാൻ പോകത്തില്ല. ഹല്ലേലൂയ. 6ാമത്തെ യാത്രയുടെ പ്രത്യേകത, ഇത് ഭയത്തോടെയുള്ളൊരു യാത്രയാണ്. ഇത് വളരെ പേടിക്കുന്ന. 23 വാക്യം. അവൻ്റെ ശരീരം കാണാതെ മടങ്ങി വന്നു. അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ ഞങ്ങളെ കൂടെ എന്ത് ചെയ്തു? നോക്കി, ഞങ്ങളെ കൂടെ ഭ്രമിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഈ യാത്ര ഭയം നിറഞ്ഞ ഒരു യാത്രയാണ്. ഭയങ്കര പേടിയാണ്. ഇനിയും ഇവർ ഈ കണ്ടെന്ന് പറഞ്ഞ് എനിക്കതാണ് ഈ മനസ്സിലാവാത്തത്. കർത്താവ് അവരോട് പറഞ്ഞു, കൂടെ ഇരുന്നപ്പോൾ പറഞ്ഞത്, പേടിക്കൊന്നും വേണ്ട, എന്നെ ക്രൂരന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കും, അവരെന്നെ കൊല്ലും, പക്ഷെ 3 നാൾ കഴിയുമ്പോൾ ഞാൻ ഉയർത്തെഴുന്നേക്കും. ഇവരിങ്ങനെ കേട്ട് ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് പോന്നെങ്കിലും ആ സ്ത്രീകൾ പറഞ്ഞത് കേട്ട് അവർക്ക് പേടിച്ചെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ 11.5 കിലോമീറ്റർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവർക്ക് പേടിയാ.
ഇനി ഈ പുള്ളി അങ്ങാണ് ഞങ്ങളുടെ അടുത്തായിട്ടെങ്ങാനും വന്നാലോ, ഒറ്റ വാക്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹി വിൽ കം ലൈക്ക് ആസ് എ ഗോസ്റ്റ്. കാര്യം ഓരോ വാക്ക് പറയുമ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. യാത്ര എമ്മോസിലോട്ട് ഇങ്ങനെ ക്ലയോപ്പ ഒരു കാര്യം പറയും, ദൈവമേ ഇവിടെ കാണോ ഉണ്ടോ, ആ സ്ത്രീകൾ പറയുകയും ചെയ്തു പുള്ളിയെ കണ്ടില്ല എന്നൊക്കെ പറയുകയും ചെയ്തു, ഗോസ്റ്റ് കൂടെ ഉണ്ട്. ഇതാണ് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു കഴിയുമ്പോൾ, വാഗ്ദത്തത്തിൽ നിന്ന് അകന്നു കഴിയുമ്പോൾ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ കടന്നു വരും. പക്ഷേ എത്ര ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ കടന്നു വന്നാലും ഒരു ദൈവം ഇതിൽ ഉറപ്പോടെ ധൈര്യത്തോടെ പറയും, എന്തു തന്നെ വരട്ടെ, പക്ഷേ എന്നോട് കൂടെ ഒരുവനുണ്ട്. അവൻ ഇതിനെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേട്ടതുപോലെ നമ്മുടെ കൂടെ സാത്താൻ പല പദ്ധതികളും ഒരുക്കി. ഇന്നലെ നമ്മൾ ഷാൻഡിയിൽ നിന്ന് കേട്ടതുപോലെ തന്നെ പല അഡ്വാൻറ്റേജസ് എടുക്കുക, പല സ്കീമുകളും ഒരുക്കി നമ്മുടെ അടുത്തോട്ട് വരുമ്പോൾ നമ്മൾ പേടിച്ച് ഒരു സൈഡിലോട്ട് മാറി നിൽക്കുമ്പോൾ ഉറപ്പോടെ ധൈര്യത്തോടെ പറയണം, സാത്താൻ നമ്മുടെ കാലിൻ്റെ കീഴിൽ ഇങ്ങനെ ചവിട്ടി മെതിക്കത്തക്ക രീതി ദൈവം നമ്മളെ അധികാരം തന്നിരിക്കുക ഇന്ന് രാത്രിയിൽ. അതുകൊണ്ട് ധൈര്യത്തോടെ പറയണം, ഭയപ്പെടുത്തുന്ന ശക്തികൾ വരട്ടെ, പേടിപ്പിക്കുന്ന അനുഭവങ്ങൾ വരട്ടെ, പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം നന്നായിട്ട് അറിയാം, ഞങ്ങളുടെ കൂടെ ഒരുവനുണ്ട്. ആ കരങ്ങൾ ഉയർത്തി എല്ലാവരും ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒറ്റ വാക്കൂടെ പറഞ്ഞ് നിർത്തിയാണ്. ഹല്ലേലൂയ. ഇനി യേശുവിൻ്റെ കുറേ പ്രത്യേകതകളൊക്കെ പറയാനുണ്ട്. ഇനി നമുക്ക് മറ്റൊരവസരത്തിൽ നമുക്കത് പറയാം. പക്ഷേ ഒറ്റ വാക്കിൽ നിന്ന് പറയട്ടെ, ഈ ശിഷ്യന്മാരുടെ അവസ്ഥ ഞാനിപ്പോൾ 6 പറഞ്ഞു. പക്ഷെ അത്രയും അനുഭവങ്ങളുടെ നടുവിലും കർത്താവ് നോക്കി, ഒന്ന്, ഇവർ സഞ്ചരിക്കുന്ന പാത തെറ്റാണെന്ന് അറിഞ്ഞിട്ടും. എന്താ സഞ്ചരിക്കുന്ന പാത തെറ്റാണെന്ന് പറഞ്ഞാൽ, വാഗ്ദത്തത്തിൽ നിന്ന് അകന്നാണ് ഇവർ യാത്ര ചെയ്തതെന്ന് അറിഞ്ഞിട്ടും, ഇവരുടെ ആത്മീക കണ്ണുകൾ തുറന്നിട്ടില്ല എന്നറിഞ്ഞിട്ടും, ഇവരുടെ യാത്ര നിരാശയോടുകൂടിയുള്ള ഒരു യാത്രയാണെന്ന് അറിഞ്ഞിട്ടും, ഭയം മാത്രമാണ് ഇപ്പോഴും അവരെ പിന്തുടരുന്നു എന്നറിഞ്ഞിട്ടും യേശു 2 കാര്യങ്ങൾ അവിടെ ചെയ്യുകയാണ്. എന്നെ ഏറ്റവും അവിടെ അത്ഭുതപ്പെടുത്തിയ 2 കാര്യങ്ങൾ. 15-ാമത്തെ വാക്യം, തർക്കിച്ചും സംസാരിച്ചുകൊണ്ടിരിക്കും യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അടുത്ത വാക്യം 17, അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന കാര്യമെന്ന്. 2 കാര്യങ്ങൾ യേശു ചെയ്യുക. ഈ 6 കാര്യങ്ങളും ഈ ശിഷ്യന്മാർക്കുണ്ടെങ്കിലും യേശു ചെയ്യുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, അടുത്ത് ചെന്നു. ഒരാമേൻ പറയാമോ? രണ്ടാമത്തെ കാര്യം, അവരോട് സംസാരിച്ചു. ഈ ലോകത്തിൽ ഇങ്ങനെ ഒരു അനുഭവം വന്നു കഴിഞ്ഞാൽ നമ്മളെ ആ പരിസരത്ത് പോലും ഒരു കേട്ടത്തില്ല. പക്ഷേ യേശു ഇത്രയ്ക്ക് അനുഭവങ്ങൾ വന്നപ്പോഴും അവരെ കൈവിടാൻ യേശു ഒരുക്കമല്ല. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുക, വാഗ്ദത്തത്തെ നിങ്ങൾ ഓടി അകന്നിട്ടും ഭയമാണ് നിങ്ങളെ ഇപ്പോഴും പിന്തുടരുന്നിട്ട് കർത്താവിന് നന്നായിട്ട് അറിയാം. പലപ്പോഴും മുഖം വാടിയ അനുഭവമാണെങ്കിലും ദൈവത്തിന് നിങ്ങളെ വിടുവാൻ പദ്ധതിയില്ല. കാരണം ദൈവത്തിന് നിങ്ങളെ മറ്റൊരു തലത്തിൽ ഉപയോഗിക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. ഇന്ന് രാത്രിയിൽ ദൈവിക വാഗ്ദത്തത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന്, ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് ഓടി അകലുന്നൊരു വ്യക്തിയാണ് നമ്മളെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുക, ഹല്ലേലൂയ, ഓടി അകലല്ലേ, ഓടി അകലല്ലേ. ദൈവത്തിന് നിങ്ങൾ വാഗ്ദത്ത ദേശത്തായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ പദ്ധതിയാ, ദൈവത്തിൻ്റെ പദ്ധതിയാ, ദൈവത്തിൻ്റെ പദ്ധതിയാ. അതുകൊണ്ട് ഇന്ന് രാത്രി കാലം എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകളിൽ ഏതെങ്കിലും ഒരു വാക്ക് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഉറപ്പോടെ ധൈര്യത്തോടെ പറയട്ടെ, എമ്മൗസിലേക്ക് പോകുവാനല്ല ദൈവം ഇവിടെ ചിലരെ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ യെരുശലേമിൽ തന്നെ ആയിരിക്കുവാൻ ഇന്ന് രാത്രി ദൈവം ചിലരെ നോക്കി പറയുക. നിങ്ങൾ ദൈവ സാന്നിധ്യം വിട്ടകലുവാൻ എന്തെങ്കിലും മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ല അങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി വളരെ ശാന്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുക, നിന്നെ കൈവിടാത്തൊരു യേശു, നിന്നോട് സംസാരിക്കുന്ന ഒരു യേശു. പലപ്പോഴും ഈ ദൈവത്തെ എനിക്ക് വേണ്ട, പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇടിവിൽ നിന്നു, എൻ്റെ വിഷയത്തിന് ഒരു മറുപടിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇന്ന് രാത്രി ദൈവം പറയുക, ഇല്ല ഇല്ല ഇല്ല, ആരൊക്കെ നിങ്ങളെ മറന്നാലും, ആരൊക്കെ നിങ്ങളുടെ കൂടെയില്ലെങ്കിലും ദൈവം നിങ്ങളെ ഒരു നാളും അവൻ കൈവിടുകയില്ല. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ രാത്രിയിൽ ഭയങ്ങൾ വഴിമാറട്ടെ. ഭയപ്പെടുത്തുന്ന വിഷയങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ധൈര്യത്തോടെ പറഞ്ഞാട്ടെ, പിശാച് എൻ്റെ മേൽ അഡ്വാൻറ്റേജ് എടുക്കുവാൻ, പിശാചിൻ്റെ സ്കീമുകളെ ഇന്ന് രാത്രിയിൽ എനിക്ക് അധികാരം തന്നവൻ, ഹല്ലേലൂയ, അധികാരങ്ങളെ തന്നവൻ, അധികാരങ്ങളെ തന്നവൻ, അധികാരങ്ങളെ തന്നവൻ, പിശാചിനെ ഞാൻ എൻ്റെ കാൽ കീഴിൽ ചവിട്ടി മെതിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ മാറ്റുക, ദൈവം നമ്മളെ മാറ്റുക. അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാനത്തിൻ്റെ പ്രഭു, നമ്മുടെ കൂടെ അവൻ നമ്മളെ ഒരു നാൾ കൈവിടുകയില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ യാത്രകളിൽ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഉണ്ടോ? എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ പലപ്പോഴും ഈ സാന്നിധ്യത്തിൽ ഞാൻ ഓടി അകന്ന് പോയിട്ടുണ്ടപ്പാ,
മറ്റുള്ളവരുടെ മുമ്പിൽ നോക്കുമ്പോൾ എനിക്കെല്ലാം ഉള്ളവനെ പോലെ ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ദൈവം നമ്മളോട് ചോദിക്കുകയാ, ഭയത്തോടു കൂടിയുള്ള യാത്രകൾ ഇന്ന് രാത്രിയിൽ അവസാനിപ്പിക്കുന്ന ഒരു ദിനമായി മാറട്ടെ. ഹല്ലേലൂയ. മുഖം പാടിയുള്ള യാത്രകളെ ഇന്ന് രാത്രിയിൽ അവസാനിപ്പിക്കുന്ന ഒരു യാത്രയായി മാറട്ടെ. ഇന്ന് രാത്രി നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം, നമ്മളോട് ഇടപെടുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ എത്ര പേരൊന്നും അനുഭവിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആ സാന്നിധ്യം അനുഭവിക്കുന്ന അല്പസമയം കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. അപ്പാ, അങ്ങയുടെ സാന്നിധ്യം വിട്ട് ഓടി അകലുവാനല്ലപ്പാ, മറിച്ച് ദൈവ കൃപയിൽ നിലനിൽക്കുവാൻ, ദൈവ സാന്നിധ്യത്തിൽ നിലനിൽക്കുവാൻ ഇന്ന് രാത്രിയിൽ ചിലരുടെ കണ്ണുകൾ തുറക്കട്ടെ, കണ്ണുകൾ തുറക്കട്ടെ. ഓ രമനാരാം ദുനിയ. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രിയിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളെ തൊടുന്നതിനായി, ഇന്ന് രാത്രിയിൽ ഇവിടെ നിൽക്കുന്ന ചിലരുടെ മേൽ അങ്ങയുടെ സാന്നിധ്യം കടന്നു വരുന്നതിനായി കർത്താവേ, പ്രതികൂലങ്ങളുടെ നടുവിൽ കർത്താവ് ഈ സാന്നിധ്യം വിട്ട് ഓടി അകലുവാനല്ല, ഈ സാന്നിധ്യം വിട്ട് ഓടി മറയുവാനല്ല, ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികളെ ഇന്ന് രാത്രിയിൽ കണ്ട് സന്തോഷിക്കുവാൻ, മരിച്ച യേശുവിന്റെ ജീവനുള്ളതുപോലെ ഇന്ന് രാത്രിയിൽ മരിച്ച ചില അനുഭവങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കുകയാ. ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് മരിച്ച വിഷയങ്ങളുടെ നടുവിൽ ജീവൻ പകരുന്ന ഒരു സാന്നിധ്യം? ഓ, യേശു മാത്രം വളരണം. ഒന്ന് പാടാമോ? യേശു മാത്രം വളരണം, യേശു മാത്രം വളരണം, അങ്ങ് മാത്രം യേശുവേ. ഓ, യേശു മാത്രം വളരണം. ആമേൻ. യേശു മാത്രം വളരണം, യേശു മാത്രം വളരണം.